ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ മലയാളമാണ് സംസാരിക്കുന്നത്. കാരണം ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജന്മദിനമാണ് ഗൈസ്. സോ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നതാണ്. വീട്ടിൽ ആരുമില്ല. പിന്നെ എനിക്ക് വേറൊരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നസീച്ചിൻ്റെ സർജറി കഴിഞ്ഞു. ഷീ സേഫ്. ട്യൂമറൊക്കെ റിമൂവ് ചെയ്തു. ഒരു കുഴപ്പമില്ല. സംസാരിച്ചു, നമ്മളെടുത്ത് വീഡിയോ കോൾ ചെയ്തു. എല്ലാവരും പ്രാർത്ഥിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു 2 വീക്സിനുള്ളിൽ റിസീച്ച് തിരിച്ചു വരും. പിന്നെ മല റിക്കവറായിട്ട് നമ്മളെ വീഡിയോസിലെല്ലാം തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങും. പിന്നെ അപ്പോൾ ഇന്ന് രസീച്ചിൻ്റെയും മുരളിയേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. സോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഗൈസ്. ആൻഡ് നമ്മളിപ്പോൾ പിള്ളേർ മാത്രമേ ഉള്ളൂ. ഞാനും പാർവി, നിധി, ഇത്തു, ചില്ല നമ്മളൊക്കെ കൂടി വൈകിട്ടേട്ടന് സർപ്രൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ ഞാൻ ഓൾറെഡി കാറിൽ കൊണ്ടുവച്ചു. ഇനി ബർത്ത്ഡേ കേക്ക് കാറിൽ കൊണ്ടുവെക്കണം. പക്ഷെ വൈകിട്ടേട്ടൻ ഇവിടെ ഹോളണ്ട് ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. എനിക്ക് ഈ സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ കിട്ടാനും. പിന്നെ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗ്സ് എന്താണ് ഇതിൽ കാണിക്കാത്തതെന്ന്. ബിക്കോസ് ഞങ്ങൾക്ക് ആരും ഇതുപോലെ സർപ്രൈസ് തരാറില്ല ഗൈസ്. കേക്ക് മുറിക്കാൻ, ഡ്രസ്സ് വാങ്ങാൻ അത്രയേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോ വൈകിട്ടേട്ടനും മുരളിയേട്ടനിലും ഒരു പാടാവട്ടെ. ഇത് കണ്ടിട്ട് ഇനി അടുത്ത ഞങ്ങളുടെ പിറന്നാൾ അവരിതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് സർപ്രൈസ് ചെയ്തോ ആവുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യാം, നമ്മൾ കാസർഗോഡുള്ള പെപ്പർ ഷാക്ക് എന്ന് പറഞ്ഞൊരു കൊറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുൾ സർപ്രൈസൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? സർപ്രൈസ് കൊടുക്കുന്നതാന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാളും കൂടുതൽ ആവേശം പിള്ളേർക്കായിരുന്നു. ഞാൻ വൈകുന്നേരം വന്നിട്ട് അവരെ കൊണ്ട് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഒക്കെ എഴുതിച്ചു, വിഷസ് എല്ലാം എഴുതിച്ചു. പാർവി നിധി സ്വന്തം ചെയ്തു. ഇത്തവും ജില്ലേനെ കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ക്യൂറേറ്റഡ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ അതിനുള്ള സമയം ദൈവം സഹായിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിനൊന്നും ഇപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും നിൽക്കാറില്ല. പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര ഡ്രസ്സ് ചെയ്ത് നല്ല ഭംഗിയായിരുന്നു. 4 പേര് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട്. നിധിയും കൂടെ വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നന്നായി നോക്കും. കണ്ടോ പെപ്പർ ഷാക്ക്? ഇതെന്താ ലൈറ്റ് ക്ലിയർ ആവാത്ത? മൂവി മാക്സ് തിയേറ്ററിന്റെ തൊട്ടിപ്പുറം. കാസർഗോഡ് ഉള്ളവര് ആരും ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അടിപൊളി ഫുഡ് സ്പോട്ടാണ്. ഓ ഭാഗ്യം, ആരുമില്ല. ടുഡേസ് റിസർവ്ഡ് ഫോർ us. അപ്പൊ ഗൈസ്, ഞാൻ ഫോൺ മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മളെ കേക്കും ഗിഫ്റ്റെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരെല്ലാം നല്ല ക്യൂട്ട് ഗിഫ്റ്റ് വൈകിട്ടതിന് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ പബ്ലിക് ആകുമ്പോൾ ഞാൻ കുറച്ചൊരു ഇൻവെർട്ടർ ആവുന്നുണ്ട്. എനിക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്ത് വീഡിയോ എടുക്കാൻ കുറച്ചൊരു ചമ്മലുണ്ട്. അതാണ് ഞാൻ ഈ കാട്ടിനുള്ളിൽ വന്ന് വീഡിയോ എടുക്കുന്നത് ഗൈസ്. എനിക്ക് തോന്നുന്നു ബൈത്തായിട്ടന്നെ ഓൾമോസ്റ്റ് മനസ്സിലായി. കാരണം ഞാൻ അഭിനയിക്കാൻ വളരെ വളരെ മിടുക്കിയായതുകൊണ്ട് എൻ്റെ മുഖലക്ഷണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കി കറഞ്ഞു കള്ളൻ. അപ്പോൾ നമുക്ക് സർപ്രൈസ് പൊളിയോന്നൊരു പേടിയുണ്ട്. കാരണം ബൈത്തേട്ടൻ കുറച്ചൊരു ഇൻവെർട്ടറാണ്. എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയില്ല. അവര് കണ്ട കാര്യമായി പഠിക്കുന്നുണ്ട്. എല്ലാവരും നല്ല അഭിനേതാക്കളാണ്. സോ ഇതിൽ കുറേ ഗിഫ്റ്റ് ഉണ്ട് പിള്ളേരത്. പിന്നെ ഇതിലെന്താ, കേക്ക് ഉണ്ട്. വായിക്ക്. അല്ല, അതെല്ലാം ഇപ്പൊ കൊടുക്കുന്നത്. വൈദ്യുതി ഓരോന്ന് വായിക്ക്. ഇത് ഇഷ്ടം എഴുതിയതാ. ഇതിന്റെ ബാക്കിൽ നോക്ക്. മറ്റത് അതെന്താ പറ? ഇത് പപ്പ. ഇത് നിധി എഴുതിയതാ. നോക്ക്, നോക്കട്ട്. തിരിക്ക് കാണിക്കത്. ഓ നൈസ്. പിന്നെ നോക്കാം. ഇത് ഇത്തുവിന്റെയും ചില്ലേരിയും അമ്മേരെയും വകയുള്ള ഗിഫ്റ്റ്. ഏത്? ആ
I love you, Acha. ബാക്കി It's okay. അല്ല ബാക്കി You are my best friend. കേക്ക് എല്ലാ ലെറ്റർ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ് മാമി? മാമൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അതെന്താ നോക്ക്, എന്താന്ന് കാണണ്ടേ? അപ്പം നമ്മൾ ഗിഫ്റ്റ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്തു. എല്ലാവരും ഗിഫ്റ്റും പൈത്തേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പൈത്തേട്ട കാണാണ്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതുകൊണ്ട് ഞാൻ എവിടെയോ കുത്തി നിറച്ച് വെച്ചതാണ്. അതുകൊണ്ട് ലെറ്റേഴ്സ് മുഴുവൻ താഴെ പോയി. പക്ഷെ കേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുൽഫി ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല യമ്മി കേക്കായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്ന് അപ്പം നമ്മൾ വേഗം കേക്ക് മുറിച്ച്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ നേരത്തെ പോയതുകൊണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തു. അല്ലല്ലേ കുൽഫി ഫ്ലേവർ. താങ്ക് യു ലൊലിനോ ഫോർ ദ കേക്ക്. പൈസ കൊടുത്ത് വാങ്ങിച്ചേ. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. എന്താ ഓർഡർ ചെയ്തേ? കോൺ ഡോഗ്, 2 റാമിയോൺ, പിന്നെ ഒരു എന്താണ് ഞാൻ ഓർഡർ ചെയ്തത്? ഒരു മാക്ക് ആൻഡ് ചീസ്. വൈറ്റേട്ടൻ ഒരു ചില്ലി പുട്ട്. ഞാനെന്താ ഓർഡർ ചെയ്തത്? ഇതൊരു മോമോസ്. പിന്നെ റാമിയോൺ. പിന്നെ ഞാനൊരു കൊയ്ത്തിയോ നൂഡിൽസ്, എന്താണെന്ന് അറിയില്ല. സമൂസ അല്ല മോള്, അത് മോമോസ്. നമ്മൾ ആക്ച്വലി ഇവിടുന്ന് റാമിയോൺ കഴിച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത സാധനം എന്താണെന്ന് അറിയില്ല. Let's see guys. Okay. സോ പ്ലേറ്റ് വന്നു. നല്ല ഈസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ പ്ലേറ്റ് അല്ലേ? എനിക്ക് ഇങ്ങനെ പ്ലേറ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുടെ കാണാൻ. ഗ്ലാസും നല്ല എല്ലായിടത്തുനിന്നും കിട്ടുന്ന പോലത്തെ ഗ്ലാസ് അല്ല, വെരി യുണീക്ക്. പിന്നെ എൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നല്ല ഭംഗിയാട്ടാ. ബർത്ത്ഡേ ബോയ് വൈത്തേട്ടാ. സോ ഫസ്റ്റ് വന്നത് ഡൈനമൈറ്റ് മോമോസ്, പിന്നെ എൻ്റെ കൊയ്ത്തിയോ നൂഡിൽസ്. മോമോസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊറിയൻ ഹോട്ട് ഡോഗ് വന്നു. ചീസ് പുള്ളുണ്ടോ നോക്കാനാണ് നിധി കിടന്ന് പെടാപ്പാട് പാടുന്നത്. ഫസ്റ്റ് ബൈറ്റിൽ കിട്ടിയില്ല, അങ്ങനെ സെക്കൻഡ് ബൈറ്റ് എടുത്തു. സെക്കൻഡ് ബൈറ്റിലും ചീസ് പുൾ ഉണ്ടായിരുന്നില്ല. നിധി ആകെ ചമ്പി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ കോൺഡോഗ് നല്ലതായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാവുന്ന ഒരു ഫ്ലേവറാണ്. അധികം എരിവൊന്നുമില്ല. ചില്ലി പുട്ട് ഭയങ്കര നോർമൽ, ചില്ലി ചിക്കനും പുട്ടും കൂടെ മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണുള്ളത്. വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ബട്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ റാമിയോണൊക്കെ കിടിലാണ് ഇവിടുത്തത്. അപ്പം ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വ്ളോഗിൽ കാണുന്നവരെ ബൈ.